ലോകത്തിലെ ഏറ്റവും മധുരമുള്ളതും കൗതുകം നിറഞ്ഞതും ഉൾപ്പെടെ 80-ലധികം വ്യത്യസ്ത ഇനം പൈനാപ്പിളുകൾ നട്ടുവളർത്തി ശ്രദ്ധേയനാകുകയാണ് തൃശൂർ സ്വദേശിയായ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. കുറ്റൂർ സ്വദേശി ഫ്രാങ്കോ ജോസഫിന്റെ ഏദൻ ഗാർഡനിലാണ് പൈനാപ്പിളുകളുടെ വൈവിധ്യമാർന്ന ശേഖരമുള്ളത്. 20 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ ഫ്രാങ്കോ കഴിഞ്ഞ 2 വർഷം കൊണ്ടാണ് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ഇത്രയധികം വ്യത്യസ്ത പൈനാപ്പിൾ തൈകൾ ശേഖരിച്ചത്. ലോകത്താകെയുള്ള 250ഓളം ഇനങ്ങളിൽ 80 എണ്ണം ഇതിനോടകം തന്റെ ഏദൻ ഗാർഡനിൽ നട്ടുവളർത്തിക്കഴിഞ്ഞു. കോസ്റ്റാറിക്ക, ഹംഗറി, കെനിയ, നൈജീരിയ, തായ്ലൻഡ്, മലേഷ്യ, വിയറ്റ്നാം, ഓസ്ട്രേലിയ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നും അസം, മേഘാലയ, നാഗാലാൻഡ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് തുടങ്ങിയ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഇവ എത്തിച്ചിരിക്കുന്നത്. കൂടാതെ കേരളത്തിൽ അന്യം നിന്നു പോകുന്നതും ആദിവാസികൾക്കിടയിൽ നിന്ന് ശേഖരിച്ചതുമായ കൊച്ചു തമ്പുരാട്ടി, വലിയ തമ്പുരാട്ടി, വെള്ളമുണ്ട, ചുവന്നമുണ്ട, കൂന്താണി തുടങ്ങിയ 8ഓളം നാടൻ ഇനങ്ങളും ഏദൻ ഗാർഡനിൽ നട്ട് സംരക്ഷിച്ചു വരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും മധുരമുള്ള പൈനാപ്പിൾ എന്ന് വിശേഷണമുള്ള ആഫ്രിക്കൻ ഷുഗർ ലോഫ്, തേൻ രുചിയുള്ള ഹണി ഗ്ലോ, മാങ്ങയുടെ രുചിയുള്ള മാംഗോ പൈനാപ്പിൾ, ചുവന്നു തൊടുത്ത റെഡ് ഡ്രാഗൺ, അതിമധുരമുള്ള പെറോള, വാഷിംഗ്ടൺ, സീലാഷ്, മേഘാലയ മിട്ടി തുടങ്ങിയവയെല്ലാം എടുത്തു പറയേണ്ട ഇവിടുത്തെ പ്രധാന ഇനങ്ങളാണ്. കൂടാതെ ഒരു പൈനാപ്പിളിന് ചുറ്റും 100ഓളം ചെറു പൈനാപ്പിൾ ഉണ്ടാക്കുന്ന മെഡൂസ, ആഫ്രിക്കൻ, മെക്സിക്കൻ, നൈജീരിയൻ ജെയിൻറൂകൾ, 2.5 അടിയോളം ഉയരം വെക്കുന്ന കൂന്താണി, ഐനിച്ചക്ക പോലെ ചുള അടർത്തിയെടുക്കാവുന്ന ഹാൻഡ്പൂൾ തുടങ്ങി കൗതുക കാഴ്ച സമ്മാനിക്കുന്ന നിരവധി പൈനാപ്പിൾ ചെടികളാണ് ഏദൻ ഗാർഡനിലുള്ളത്. തൈ നട്ട് 9 മാസം കൊണ്ട് പൂവിടുകയും 12 മാസം കൊണ്ട് വിളവെടുക്കാൻ പാകമാകുകയും ചെയ്യും. തന്റെ ജോലിത്തിരക്കുകൾക്കിടയിലും കൂടുതൽ വ്യത്യസ്ത ഇനങ്ങൾ ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നും തൈകളുടെ വിൽപ്പനയിലൂടെ നല്ല വരുമാനം നേടാൻ സാധിക്കുമെന്നും ഫ്രാങ്കോ ജോസഫ് പറയുന്നു. 80-ലധികം പൈനാപ്പിൾ വെറൈറ്റീസ് ഉണ്ട്. കേരളത്തിൻ്റെതായിട്ടുള്ള കുറച്ച് വെറൈറ്റികളുണ്ട്, ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വെറൈറ്റികളുണ്ട്. അതുപോലെ നമ്മൾ ലോകത്തിൻ്റെ പൈനാപ്പിൾ വളരുന്ന ഒരുവിധം എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള പൈനാപ്പിൾ വെറൈറ്റീസ് നമ്മളിവിടെ കളക്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വെറൈറ്റീസ് സംഘടിപ്പിക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ്. പെട്ടെന്ന് തന്നെ ഒരു സെഞ്ചുറി അടിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഏറ്റവും അതിലുള്ള വെറൈറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറോള എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്, അതുപോലെ ആഫ്രിക്കൻ ഷുഗർ ലോഫ് എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്, വാഷിങ്ടൺ ഉണ്ട്, സീലാഷ് ഉണ്ട്, വാട്ടർമെലൻ ഉണ്ട്, അതുപോലെ മാംഗോ ഉണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും മധുരമുള്ള വെറൈറ്റികൾ. അതുപോലെ ഏറ്റവും വലിപ്പമുള്ളൊരു വെറൈറ്റി ഉണ്ട്, മെക്സിക്കൻ ക്യൂജാൻഡ് എന്ന് പറഞ്ഞിട്ട്. അതൊരു 6 കിലോയ്ക്ക് മീതെ വലിപ്പം വരെ നല്ലൊരു വെറൈറ്റിയാണ്. മോഹവില നൽകിയും പരസ്പരം കൈമാറ്റം നടത്തിയുമാണ് പല ഇനം തൈകളും സ്വായത്തമാക്കിയത്. വലിയ ചട്ടികളിലാണ് പൈനാപ്പിളുകൾ നട്ടുവളർത്തിയിരിക്കുന്നത്. ഇതിനധികം പരിപാലനവും ആവശ്യമില്ല. പൈനാപ്പിളുകൾക്ക് പുറമെ 70ഓളം ഇനം വാഴ, 30ഓളം ഇനം പേരയ്ക്ക, 15ഓളം ഇനം ചാമ്പ തുടങ്ങിയ ഉൾപ്പെടെ 350-ലധികം ഫ്രൂട്ട് പ്ലാന്റുകളും ഏദൻ ഗാർഡനിൽ ഫ്രാങ്കോ നട്ടുപരിപാലിച്ചു വരുന്നുണ്ട്. അധ്യാപികയായ ഭാര്യ ബിന്ദുവും ഡോക്ടറായ മകൾ നിവ്യയും ഫ്രാങ്കോയുടെ ഉദ്യമത്തിന് സർവ്വ പിന്തുണയുമായി കൂടെയുണ്ട്. ന്യൂസ് ഡെസ്ക് TCV.